ആളില്ല. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഭ്രാന്തിൽ നിസ്കാരം ഖളാക്കി കളയുന്ന ആധുനിക വിദ്യാർത്ഥികളെ, ആ വിദ്യാർത്ഥികളെ പറഞ്ഞുവിടുന്ന ഉമ്മമാരെ, പൊന്നുമോനെ ഒന്ന് സുബഹിക്ക് എഴുന്നേൽപ്പിക്കാൻ മനസ്സില്ലാത്ത ഉമ്മ, SSLCയുടെ പരീക്ഷ എടുക്കുമ്പോ വിളിച്ചുണർത്തിയിട്ട് 4 മണിക്കിരുത്തി പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിനെ സംഭാഷണം നടത്താൻ സുബഹിക്ക് വിളിക്കാനുള്ള മനസ്സില്ലാത്ത ഉമ്മ, നിങ്ങളുടെ ഈമാൻ എവിടെ? നിങ്ങളുടെ മനസ്സിലുള്ള അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത എവിടെ? ഈ ദുനിയാവിലെ ഒരു സർട്ടിഫിക്കറ്റും ഖബറിലേക്ക് വെച്ചു തരൂല. ഒരു വിലാസവും നിങ്ങളുടെ മക്കളുടെ കൂടെ ഖബറിലേക്കില്ല. SSLCയുടെ പരീക്ഷ കഴിഞ്ഞിട്ട് പിറ്റേന്ന് നിങ്ങളുടെ മകളങ്ങ് മരിച്ചാൽ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ മാത്സിന്റെ മാർക്ക് എത്രയെന്ന് റബ്ബിന്റെ അടുത്ത് ചോദ്യമില്ല. ഇംഗ്ലീഷിന് ഏത് ഗ്രേഡ് കിട്ടുമെന്ന് ചോദ്യമില്ല. ഒരൊറ്റ വിഷയത്തിന്റെയും പരീക്ഷയുടെ മാർക്ക് അന്വേഷണമില്ല. അതേ സമയത്ത് നിങ്ങളുടെ മകളോട് ചോദിക്കും, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു അൻ സ്വലാത്തിഹി, നിസ്കാരത്തിന്റെ മാർക്ക് എവിടെ മോളെ? അല്ലാ, ഞാൻ 7ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ പ്രായപൂർത്തിയായി, 3 കൊല്ലോ 4 കൊല്ലോ പഠിച്ചു, എനിക്ക് ളുഹർ നിസ്കാരമില്ല റബ്ബേ, എനിക്ക് അസ്റില്ല റബ്ബേ, മഗ്രിബ് അറിഞ്ഞിട്ടില്ല റബ്ബേ, സുബഹി പരിചയമില്ല റബ്ബേ. നിങ്ങളുടെ മകള് ഖബറിന്റെ കുഴിയിൽ കിടന്ന് വേദനിക്കേണ്ടി വരും, അറിഞ്ഞോ ഉമ്മമാരെ? ഞാനങ്ങനെ തിരുവനന്തപുരത്ത് ജുമഅത്ത് പള്ളിയിൽ ഒരുപാട് ജുമഅകളിൽ ഈ വിഷയം പറഞ്ഞു. ചില രക്ഷിതാക്കൾ എന്നാൽ 3 മണിക്ക് വിടുന്ന വലിയൊരു സ്കൂളുണ്ട് അവിടെ, വെള്ളിയാഴ്ചയും 3 മണിക്ക് വിടൂ, അല്ലെങ്കിൽ 2:30 വിടൂ, ജുമഅ നിസ്കാരമില്ല. ചില വാപ്പാമാരോട് ചോദിച്ച്, എന്തിനാടോ നിങ്ങൾ ഈ പള്ളി വന്നിരിക്കുന്നത്? നിങ്ങളുടെ മകൻ ജുമഅ നഷ്ടപ്പെട്ട് പള്ളിക്കൂടത്തിലല്ലേ, സ്കൂളിലല്ലേ? ചിലടക്കങ്ങ് വേദനിച്ചപ്പോൾ അവർക്ക് ജുമഅ ഏർപ്പാടാക്കി. അങ്ങനെ അത് കണ്ടിട്ട് 1-2 കുട്ടികൾ ജുമഅക്ക് പോയപ്പോൾ കുറെ കുട്ടികൾ അത് കണ്ട് ജുമഅക്ക് പോകാൻ തുടങ്ങി. അപ്പോ ഒരു മാനേജ്മെന്റ് ഒരു ചെറിയ റൂമർ ഉണ്ടാക്കി, എവിടെ ഒരു മാവിൽ കല്ലെറിഞ്ഞു എന്ന്. പേരൻസിന്റെ മീറ്റിംഗ് വിളിച്ചപ്പോ പറഞ്ഞു, വെള്ളിയാഴ്ച ജുമഅക്ക് പോയ കുട്ടികൾ മാവിലെറിഞ്ഞു. മുസ്ലിം കാക്കാമാരായ രക്ഷിതാക്കൾ ചോദിച്ചു, ഞങ്ങൾ ഈ സ്കൂളിൽ വിടുന്നത് നിസ്കരിപ്പിക്കാനല്ല, ഞങ്ങളുടെ മക്കൾക്ക് ജുമഅ വേണ്ട. ഇത്രമേൽ ധിക്കാരമായി പോയില്ലേ? ഇത്രമേൽ പടച്ചവനെ മറന്നു കളഞ്ഞില്ലേ? എന്റെ മകൻ പഠിച്ചാ നന്നാവണമെങ്കിൽ വിമല ഹൃദയയിൽ പഠിക്കണം. എന്റെ മകൻ പഠിച്ചാ നന്നാകണമെങ്കിൽ സെന്റ് ജോസഫിൽ പഠിക്കണം. എന്റെ മകൻ പഠിച്ചാ നന്നാകണമെങ്കിൽ സെന്റ് സ്റ്റീഫനിൽ പഠിക്കണം. എന്റെ മകൻ പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടണമെങ്കിൽ ശ്രീബുദ്ധയിലാകണം. എന്റെ മകൻ പഠിച്ചാൽ നന്നാകണമെങ്കിൽ ഗോകുലത്തിലാകണം. ഒരു മാനേജ്മെന്റിനെയും ഞാൻ കുറ്റം പറയുന്നില്ല. നിസ്കാരം ഖളാക്കി ഔറത്ത് മറക്കാത്ത, തലമറക്കാത്ത പള്ളിക്കൂടത്തിൽ വിട്ടാലേ എന്റെ മകന് വിദ്യാഭ്യാസം ലഭിക്കുമെന്ന് ചിന്തിച്ചിട്ട് മക്കളെ വിട്ടിട്ട് പള്ളിയിൽ കയറുന്ന വാപ്പാ, സ്വർഗം കിട്ടുമെന്ന് കൊതിച്ചിരിക്കുന്ന ഉമ്മ, നിങ്ങളുടെ മക്കള് താരിഖു സ്വലാത്തുകളായാൽ ഇസ്ലാമിന്റെ ഭാഷയിൽ അവരുടെ രക്തത്തിന് വിലയില്ല. മുസ്ലിം കോടതിയുണ്ടെങ്കിൽ അവരുടെ കഴുത്ത് വെട്ടേണ്ടതാണ്. ഇതല്ലേ സഹോദരന്മാരെ ഇസ്ലാമിന്റെ നിയമം? എന്നിട്ട് നിയമങ്ങളെ മുഴുവനും ലംഘിച്ചിട്ട് ഞാൻ വലിയ ഹാജിയാരാണ്, ഞാൻ വലിയ പള്ളിയുടെ സെക്രട്ടറിയാണ്, ഞാൻ വലിയ പ്രസിഡന്റാണ്, മകൻ താരിഖു സ്വലാത്താണ്. എവിടെ പോയി നമ്മുടെ ഈമാൻ? അല്ലാഹ് വെള്ളം തരുന്ന, വായു തരുന്ന, ജീവൻ തന്ന, എല്ലാം തന്ന ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ 5 നേരം ഒന്ന് സുജൂദിൽ കിടക്കാനുള്ള മനസ്സില്ലെങ്കിൽ അവന്റെ വെള്ളം കുടിക്കുന്നതിന് നാണമില്ലേടാ. അതുകൊണ്ടല്ലേ റബ്ബിന്റെ അദാബ് ഇറങ്ങിപ്പോയി. ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ളവര് വർദ്ധിച്ചു പോയി, സ്കിന്ന് കംപ്ലൈന്റ് ഉള്ളവര് വർദ്ധിച്ചു പോയി. അദാബ് ഇറങ്ങുമ്പോ ഒന്നിച്ചങ്ങ് ഇറങ്ങലാണ്. എത്ര ആളുകളാണിന്ന് രോഗികളായി പോയത്? വല്ലാത്ത ശിക്ഷയല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. ചിന്തിക്കാനുള്ള മനസ്സ് ബുദ്ധിയുള്ളവർക്ക്